കൊൽക്കത്തയിൽ ഭൂചലനം അല്പസമയം മുമ്പാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. ബംഗ്ലാദേശിലും ഭൂചലനം ഉണ്ടായി. ധാക്കയ്ക്ക് സമീപം കോരഷൽ ആണ് ഇതിന്റെ പ്രഭവ കേന്ദ്രം. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും. ബൽറാം, പറയൂ. SKN അല്പസമയം മുമ്പ്, അതായത് ബംഗ്ലാദേശ് സമയം രാവിലെ 10:38, ഇന്ത്യൻ സമയം 10:08 ഈ ഭൂചലനം ഉണ്ടായത്. ധാക്കയ്ക്ക് സമീപം ഗോറാഷൽ മേഖലയാണ് ഈ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം എന്നാണ് പ്രാഥമികമായി പുറത്തുവന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ശക്തമായ ഭൂചലനമാണ് ഉണ്ടായിരിക്കുന്നത്. റിക്ടർ സ്കെയിലിൽ 5.2 തീവ്രതയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജനവാസ മേഖലയോട് അടുത്ത് തന്നെയാണ് ഈ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ആളുകൾ വലിയ തോതിലുള്ള ആശങ്ക ഉയർത്തി. പ്രത്യേകിച്ച് കൊൽക്കത്ത നഗരത്തിൽ ശക്തമായ ഭൂചലനമാണ് അനുഭവപ്പെട്ടത്. ഇതിന്റെ പ്രകമ്പനത്തിന്റെ ഭാഗമായി ബഹുനില കെട്ടിടങ്ങളിൽ നിന്നെല്ലാം ആളുകൾ ഇറങ്ങിയോടുന്ന സാഹചര്യമുണ്ടായി. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ മേഖല എന്നുള്ളത് സാധാരണ ഭൂചലനം ഇടയ്ക്കടി ഉണ്ടാകുന്നതാണെങ്കിൽ പോലും ശക്തമായ വിഭാഗത്തിൽപ്പെടുന്ന ഭൂചലനം അപൂർവമായി മാത്രമാണ് ഈ മേഖലയിൽ ഉണ്ടാകുന്നത്. സമീപകാലത്തെ ഏറ്റവും ശക്തമായ ഭൂചലനമാണ് ധാക്കയ്ക്ക് സമീപം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ മറ്റ് അപായങ്ങളോ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളോ സംബന്ധിച്ച് ഇതുവരെയും വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. SKN. താങ്ക് യു ബൽറാം നെടുങ്ങാടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.